നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 30-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 17-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. രോഹിണി നക്ഷത്രമാണ്, നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ് രോഹിണി. ശുഭദിനമാണ് ബുധനാഴ്ച. ഇത് രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഏറ്റവും നല്ല ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ, സന്തോഷപ്രദമായ കാര്യങ്ങൾക്ക് ഇടവരുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ എണീറ്റ് എന്തൊക്കെ ഇന്ന് ചെയ്യാനുണ്ടോ അതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഇറങ്ങുക. അതൊക്കെ വിജയിപ്പിക്കണം, എല്ലാം ഇറങ്ങണം. എത്ര സമയദോഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് വ്യാഴദശ നിൽക്കുകയാണ് അല്ലെങ്കിൽ ശുക്രദശ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദിവസം കൊള്ളില്ലെങ്കിൽ ആ ദിവസം ഇപ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ 16 വർഷവും ആൾക്ക് സന്തോഷം കൊടുക്കത്തില്ല. 20 വർഷം ശുക്രനുണ്ട്, ആൾക്ക് 20 വർഷവും ശുക്രൻ ഗുണത്തെ കൊടുക്കത്തില്ല. കാരണം ദിവസത്തിന് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുധൻ പ്രവൃത്തികാരകനാണ്. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവനാണ് ബുധൻ. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മേടമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ വളരെ സൗഖ്യപ്രദമായ ഒരു വർഷമാണ്, വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം, ജോലിയിൽ പുരോഗതി, അതുപോലെ ബിസിനസ് ആദി കാര്യങ്ങൾ തുടങ്ങാനോ ചെയ്യുന്നവർക്ക് നേട്ടം, തുടങ്ങുന്നവർക്ക് തുടങ്ങാനുള്ള അവസരം ഒരുങ്ങും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം പ്രദാനം ചെയ്തു തരും. അവർ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് വരും. ഉപരിപഠനത്തിന് പുറത്തോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിന് അവസരങ്ങൾ വന്നു ചേരും. ഇതൊക്കെ വരുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്, എല്ലാം കൊള്ളാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് ഇറങ്ങുക. നല്ല ദിവസമാണല്ലോ. അപ്പോൾ എന്നാലും രാവുകാലം ഉച്ചയ്ക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ആവശ്യത്തിനൊക്കെ രാവിലെ ഇറങ്ങും. എന്നാലും രാവുകാല സമയത്താണെങ്കിൽ രാവുകാലം നോക്കിയിട്ട് ഇറങ്ങുക. 12:22 തൊട്ട് 1:54 വരെ രാവുകാല സമയമുണ്ട്. അത് യാത്രയ്ക്ക് മാത്രം അത് ബാധകമുള്ളൂ. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം 10:49 തൊട്ട് 12:22 വരെയും, യമകണ്ഠകാല സമയം 7:44 തൊട്ട് 9:16 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം 11:58 തൊട്ട് 12:46 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകൾ നേടിത്തരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.